നമസ്കാരം, ഞാൻ ബൈജുവൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന റാപ്പിഡ് ഫെയർ ആണ്. റാപ്പിഡ് ഫെയർ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ്. നിങ്ങൾ പലരും ഈ പ്രോഗ്രാമൊക്കെ കണ്ട് ധാരാളം വാഹനങ്ങൾ വാങ്ങിക്കുന്നതായിട്ട് എനിക്കറിയാം. പ്രത്യേകിച്ച് പ്രവാസികൾ വാഹനം വാങ്ങിച്ചുള്ളൊരു കുഴപ്പം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ അവധിക്ക് നാട്ടിൽ വരുന്ന കാലത്ത് മാത്രമായിരിക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. അതിനുശേഷം അവധി കഴിഞ്ഞ് അവർ വിദേശത്തേക്ക് തിരിച്ചു പോകും. പിന്നെ വീട്ടിൽ അതങ്ങനെ സ്വസ്ഥമായി ഇട്ടിട്ടായിരിക്കും പോവുക. അപ്പോൾ സാധാരണ പ്രവാസികൾ ചെയ്യുന്നത് നിങ്ങൾ ബന്ധുക്കളോടോ അല്ലെങ്കിൽ അയൽവക്കാരോടോ പറയും, വണ്ടി ഒന്ന് ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടേക്കണം, കാരണം ബാറ്ററി ഡിസ്ചാർജായി പോകരുതല്ലോ എന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ പ്രായമായ അച്ഛനമ്മമാരും ഉണ്ടാകും നാട്ടിലെ വീട്ടിൽ. അവരെ ആരെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റും? അവർക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വരികയാണെങ്കിൽ അയൽവക്കത്തുകാരോട് നിങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയാൻ പറ്റില്ല, കാരണം അത് ചിലവുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആശുപത്രി ചിലവുകളെ പറ്റി ഓർത്ത് നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകും, അയൽവക്കത്തുള്ളവർക്കും അല്ലെങ്കിൽ ബന്ധുക്കൾക്കും ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നാട്ടിലുള്ള അച്ഛനമ്മമാർക്ക് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു വയ്ക്കുക എന്നുള്ള കാര്യമാണ്. നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു വയ്ക്കാൻ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, നാട്ടിൽ നിന്ന് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ വിദേശത്ത് എടുക്കുന്നതിനേക്കാളും 35% വരെ കുറഞ്ഞ ചിലവിൽ എടുക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ്. അതിന് ഇൻഷുറൻസ് കമ്പനികൾ കയറി ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകളിൽ നിന്ന് നമുക്ക് തന്നെ കമ്പയർ ചെയ്ത് എടുക്കാം എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. മാസം 800 തൊട്ട് 1000 രൂപ വരെയൊക്കെ സ്പെൻഡ് ചെയ്താൽ മാത്രം മതി അതിൽ തുടങ്ങുന്ന പ്ലാനുകൾ ലഭ്യവുമാണ്. അപ്പോൾ നിങ്ങൾ നാട്ടിലില്ലെങ്കിലും നിങ്ങളുടെ പ്രായമായ അച്ഛനമ്മമാരുടെ ലാബ് ടെസ്റ്റ്, ഡോക്ടർ അപ്പോയിൻമെൻറ്റ്, അതൊക്കെ ലോകത്ത് എവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. മരുന്നുകൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന സൗകര്യമുണ്ട്. ക്ലെയിം സംബന്ധിച്ച എല്ലാ സഹായത്തിനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായവും ഉണ്ടാവും. 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ട് കിട്ടുമെന്നുള്ളത് അമ്പരപ്പിക്കുന്നൊരു കാര്യമാണ്. പ്രമേഹം, BP പോലുള്ള എന്തെങ്കിലും മുൻകാല രോഗങ്ങളുണ്ടെങ്കിൽ, അതായത് കുറച്ചു കാലമായിട്ട് അത്തരം രോഗങ്ങളുള്ളവരുടെ കാര്യത്തിൽ പോലും ആദ്യ ദിവസം മുതൽ ഈ രോഗങ്ങൾക്ക് പരിരക്ഷ നൽകുന്ന പ്ലാനുകൾ ലഭ്യമാണ്. നാട്ടിലുള്ള അച്ഛനമ്മമാർക്ക് മാത്രമല്ല, നിങ്ങളുടെ പേരിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻഷുറൻസ് പോളിസി എടുക്കാവുന്നതാണ്. പ്രവാസികൾക്ക് 18% GST കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴാണെങ്കിൽ പോളിസി എടുക്കുമ്പോൾ നിങ്ങൾക്ക് 25% വരെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രവാസികളായി നിങ്ങൾ എൻ്റെ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നാട്ടിലെ ഹോസ്പിറ്റലിൽ കൊടുത്ത് തീർക്കേണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറുക. അങ്ങനെ നിങ്ങൾ എല്ലാ പ്ലാനുകളും കമ്പയർ ചെയ്ത് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുക. അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയർ കാണാം അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കസ്റ്റമർ ഒരു ജീപ്പ് മെറീഡിയൻ്റെ കസ്റ്റമറാണ്. മെറീഡിയൻ എന്ന് പറയുന്നത് ജീപ്പ് കോമ്പസിൻ്റെ ഒരു 7 സീറ്റർ മോഡലാണ്. അപ്പോൾ അധികം നമ്മളിങ്ങനെ കാണാറില്ല, കാരണം ജീപ്പ് കോമ്പസാണ് അധികം നമ്മൾ കാണുന്നത്. മെറീഡിയൻ്റെ കാര്യത്തിൽ വളരെ ചുരുക്കം യൂണിറ്റുകളെ വിറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഏതായാലും നമസ്കാരം. പേര് ജോസഫ്. ഞാനിവിടെ ഇൻഫോപാർക്കിൽ ഇലക്ട്രിക് കൺസൾട്ടിങ്ങിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാം. ശരി, ഇവിടുത്തെ തന്നെയാണ്? കൊച്ചി തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു 7 സീറ്റർ വാഹനം എന്ന് പറയുമ്പോൾ വീട്ടിൽ കൂടുതൽ അംഗങ്ങളുള്ളത് കൊണ്ടാണോ ഇതിലേക്ക് വന്നത്? അതെ, ആണ്. 7 സീറ്റർ വാഹനം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ മെറീഡിയം വരാറില്ല അല്ലേ? പിന്നെ എങ്ങനെയാണ് ഇത് മനസ്സിൽ വന്നത്? ഞങ്ങൾ ആദ്യം കൺസിഡർ ചെയ്തത് ക്രിസ്റ്റ ആയിരുന്നു. അന്ന് ഇത് 2022 സെപ്റ്റംബർ ആ പീരീഡിലായിരുന്നു. അപ്പോൾ ഹൈക്രോസിന്റെ ഹൈപ്പും കാര്യങ്ങളും വരുന്ന ഒരു പീരീഡ് ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ ക്രിസ്റ്റ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. വണ്ടി അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് തോന്നി. പക്ഷെ അപ്പോഴും മമ്മിക്കൊരു കൺസേൺ ഉണ്ടായിരുന്നു, ക്രിസ്റ്റ ഭയങ്കര കോമൺ ആണ്, ടൊയോട്ടയാണ്. അപ്പോൾ ഞങ്ങളൊരു ഓൾട്ടിസ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് എക്സലന്റ്, വെരി ഗുഡ്, എവറിത്തിങ് വാസ് ഗുഡ്. പക്ഷെ അപ്പോഴും മമ്മി പറഞ്ഞു ക്രിസ്റ്റ ഭയങ്കര കോമൺ ആണ്, ടാക്സി വെഹിക്കിൾസ് ആയിട്ട് കൂടുതൽ കാണുന്നു. മോശമായിട്ടല്ല, പക്ഷെ മമ്മി പറഞ്ഞു നമുക്ക് വേറൊരു വണ്ടി നോക്കാം. അങ്ങനെ ഞങ്ങൾ XUV 700 ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് 2 years ആയിരുന്നു വെയിറ്റിംഗ് പീരീഡ്. അപ്പോൾ ഞങ്ങൾ പിന്നെ നോക്കിയപ്പോഴാണ് റാൻഡോ ആയിട്ട് ജീപ്പിന്റെ ഷോറൂമിലാണ് പോയി കഴിഞ്ഞപ്പോഴാണ് അന്ന് മെറിഡിയൻ ഞങ്ങൾ കണ്ടു. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ വണ്ടി അപ്പീൽ വൈസും ലുക്ക് വൈസും എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓടിച്ച് നോക്കിയപ്പോഴും ഡ്രൈവിംഗ് ഡൈനാമിക്സും എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലോട്ട് എത്തിയത്. പിന്നെ ഇത് 2022 സെപ്റ്റംബർ, ഇപ്പോൾ 3 years നെക്സ്റ്റ് മന്തിൽ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു അമേരിക്കൻ വണ്ടി എന്നുള്ളൊരു പേരുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നിങ്ങളിപ്പം പ്രത്യേകിച്ച് ടൊയോട്ട പോലുള്ള ഒരു ജാപ്പനീസ് വണ്ടി ഉപയോഗിച്ചിട്ട് അമേരിക്കൻ വണ്ടിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റോ അത്തരം കാര്യങ്ങളൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നോ? നല്ല വെറീഡ് ആയിരുന്നു. പക്ഷേ ജീപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നാക്കളിൽ അവർ ആദ്യം തന്നെ 3 years മറ്റേ സർവീസ് പാക്കേജും 5 years വാറണ്ടിയും കാര്യങ്ങളൊക്കെ വന്നു. ടിൽ ദിസ് ഡേ ഈ വണ്ടിയിൽ ഞാൻ അങ്ങനെ പേയ്മെൻ്റ് ആയിട്ട് സർവീസ് ആയിട്ട് എനിക്ക് കോസ്റ്റ് എക്സ്പെൻസസ് ഒന്നും വന്നില്ല. ആകെ ആഡ് ബ്ലൂ എല്ലാ സർവീസിനും മുമ്പിൽ ഒരു 1200 ഒരു പേയ്മെന്റ് വരും. അപ്പാർട്ട് ഫ്രം ദാറ്റ് വേറെ സർവീസിന്റെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. ഈ 7 സീറ്റർ എന്നുള്ള നിലയ്ക്ക് തേർഡ് റോയിൽ എങ്ങനെയുണ്ട്, സ്പേസ് ഉണ്ടോ? ഇല്ല. ചേച്ചിക്ക് 2 പിള്ളേരാണ്, അവരെയും കൊണ്ട് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. അതല്ലാതെ ആസ് എൻ അഡൽട്ട് നമ്മൾ പോയിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ലോങ് ഡ്രൈവ്സ് ഒക്കെ. അല്ലെങ്കിൽ ഒരു പാസഞ്ചർ ആണെങ്കിൽ ടിൽ കോയമ്പത്തൂർ വരെയൊക്കെ സ്മൂത്ത് ആയിട്ട് നമുക്ക് 3 വർഷം കൊണ്ട് എത്ര കിലോമീറ്റർ ഓടിച്ചു കാണും? ഇപ്പോൾ 33. എന്താണ് ജീപ്പ് മെറീഡിയനെ പറ്റിയുള്ള ഒരു അഭിപ്രായം പറഞ്ഞത്? ഞാനിതിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ ഞാൻ ആക്ച്വലി വണ്ടി 15,000 കിലോമീറ്റർ ഓടിച്ചായിരുന്നു. യൂഷ്വലി ഞങ്ങളൊരു 10,000 ആണ് ട്രാവൽ ചെയ്യാറ്. പക്ഷെ എന്നാലും 15,000 ഈ വണ്ടി എടുത്തു. ഡ്രൈവ് ചെയ്യാൻ അടിപൊളിയാണ്. മൈലേജ് ആണെങ്കിലും ഇൻസെയിൻലി ഗുഡ് ടു ബി ഹോണസ്റ്റ്. കാരണം എനിക്ക് 24 വരെ ഇതിൽ ക്ലെയിം ചെയ്ത് കിട്ടിയിട്ടുണ്ട്.
അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇപ്പം ഞാൻ കോയമ്പത്തൂർ ബാംഗ്ലൂരൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് മൈലേജ് കിട്ടും. സിറ്റി വളരെ മോശമാണ്. അത് പിന്നെ ഈ ഒരു സൈസ് 2 ലിറ്റർ എഞ്ചിൻ നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഒരു 8-9 ഒക്കെ മാക്സിമം കിട്ടുള്ളൂ. പക്ഷെ അതല്ലാതെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര കംഫർട്ടാണ്. സസ്പെൻഷൻ ആണെങ്കിലും അടിപൊളിയാണ്. ഇപ്പൊ പാരന്റ്സ് ഇരുന്നാലും അവർ ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ സേഫ്റ്റി ഫീലും ഭയങ്കര സോളിഡ് ഫീലാണ്. പിന്നെ TC ട്രാൻസ്മിഷൻ ആയതുകൊണ്ടും ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ആണ്. പിന്നെ ഏറ്റവും അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇപ്പം നമ്മളൊരു ബാംഗ്ലൂർ പോലത്തെ ഹൈവേ പോയി ഒരു 100 കിലോമീറ്റർ സ്പീഡിൽ ക്രൂസ് ചെയ്യുകയാണെങ്കിൽ പോലും RPM എപ്പോഴും ഒരു 2 ബിലോ ആയിരിക്കും. ഒരു 1.5, 1.6 9 സ്പീഡ് ആയതുകൊണ്ട് തന്നെ ഒരു 1.5. അപ്പം നമുക്ക് പാസഞ്ചേഴ്സിനാണെങ്കിലും ഒരു ഇത് തോന്നത്തില്ല. ഇപ്പം നമ്മളിപ്പോൾ ക്രിസ്റ്റയൊക്കെ ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു ബുദ്ധിമുട്ട് അതായിരുന്നു. ഒരു 100 എത്തുമ്പോഴത്തേക്ക് RPM 2000 ക്രോസ് ചെയ്യും. എഞ്ചിനിൽ നിന്ന് നല്ല സൗണ്ട് ഉണ്ടാവും. അതൊക്കെ ഭയങ്കരമായിട്ട് സപ്രസ് ചെയ്ത് ക്യാബിൻ നോയ്സ് എല്ലാം ഭയങ്കര കുറവായിരിക്കും. നിങ്ങൾ എന്തോ ഒരു പ്രശ്നത്തിലേക്ക് ആണല്ലോ പറഞ്ഞു വരുന്നത്. എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താ ഇത് വണ്ടി എടുത്തതിന്റെ ഫസ്റ്റ് ഇഷ്യൂ പറയുകയാണെങ്കിൽ ഒരു 3 months 4 months കഴിഞ്ഞപ്പോൾ ഞാൻ ബൂട്ടിൽ ഒരു സ്ക്രൂ റസ്റ്റ് ചെയ്ത് കണ്ടു. അപ്പോൾ ഒരു പുതിയ വണ്ടി എടുത്തിട്ട് നമ്മൾ 4 months കണ്ടപ്പോൾ പാനിക്കായി. അപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓക്കെ, മെഷീൻസ് ആണ്, മെക്കാനിക്കൽ പാർട്സ് ആണ്, ഇങ്ങനത്തെ ഇഷ്യൂസ് നമുക്ക് വരാമെന്ന് പറഞ്ഞു ഇവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ സ്ക്രൂ റീപ്ലേസ് ചെയ്തു തന്നു. പിന്നെ ഇത് വീണ്ടും റസ്റ്റ് ചെയ്തു ഒരു ഗ്യാപ്പ് ഓഫ് 1 month. പിന്നെ ഞാൻ ചെന്നു, പിന്നെ ഇത് റീപ്ലേസ് ചെയ്തു തന്നു. 3rd പ്രാവശ്യം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പിന്നെ ഒരു റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞു. പിന്നെ ടിൽ ദിസ് ഡേ ടച്ച് വുഡ് ഇറ്റ്സ് ഗുഡ്. പിന്നെ ഉള്ളത് 11 months ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് വാഗമൺ ഒരു ട്രിപ്പ് പോയി ഗട്ട് സെക്ഷനിൽ ഞങ്ങൾ വെൽക്കം ടു വാഗമണിൻ്റെ ബോർഡിൻ്റെ ഫ്രണ്ടിൽ എത്തി കഴിഞ്ഞപ്പോൾ വണ്ടി ഒന്ന് സൈഡിൽ പാർക്ക് ചെയ്ത് ഒരു കോളൊക്കെ എടുത്ത് തിരിച്ച് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായിരുന്നില്ല. എഞ്ചിൻ ക്രാങ്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ വണ്ടി റെസ്പോണ്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് എഞ്ചിൻ സൗണ്ട് ക്രാങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോക്കൽ ഒരു മെക്കാനിക്കിനെ വേഗം ചെക്ക് ചെയ്തു പുള്ളി ബാറ്ററിയും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എല്ലാം സ്റ്റഡിയാണ്, വോൾട്ടും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ RSA വിളിക്കേണ്ടി വന്നു. അപ്പോൾ മോർണിംഗ് ഞങ്ങൾ 10 അവിടെ എത്തിയതാണ്. ടിൽ 7-8 വരെ ഞങ്ങൾ അവിടെ ആ ഏരിയയിൽ ഔട്ട് ഓഫ് നോ വെയർ ഒരു റാൻഡം പ്ലേസിൽ ഞങ്ങൾ സ്റ്റാൻഡേർഡായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ ഒരു 7 ആയപ്പോഴത്തേക്ക് അവരുടെ ടോ ട്രക്കും സാധനങ്ങളും വന്നു. പിന്നെ ഒരു 8 ആയപ്പോഴത്തേക്കും ടാക്സി സർവീസ് വന്നു. അപ്പോൾ അന്നത്തെ ഒരു ഫുൾ ഡേ സ്പോയിൽ ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര പാനിക്ഡ് ആയിരുന്നു. കാരണം പുതിയ വണ്ടി 11 months ആയിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്രീമിയം പ്രീ ഓൺഡ് വെഹിക്കിൾ ഞങ്ങൾ നോക്കിയത് ഒരു 530D ഇതെല്ലാം ഉണ്ടായിരുന്നതാ ഈ പ്രൈസ് റേഞ്ചിൽ 40 lakhs ഉണ്ടായിരുന്നത്. 40 lakhs ഉണ്ട്. അതാ 40 lakhs 530D ഒക്കെ കിട്ടാണെന്ന് പറയുമ്പോൾ നമുക്കത് നോക്കായിരുന്നു. അപ്പോഴും പപ്പയ്ക്ക് കൺസേൺ ഉണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ പുതിയ വണ്ടി മതി, അതാണ് എപ്പോഴും നമുക്ക് ട്രസ്റ്റ് ചെയ്യാന്നുള്ളത്. ബിക്കോസ് വി കൺസിഡർ ദിസ് ആസ് എ സെക്കൻഡ് ഹോം ഓൾവേസ്. അങ്ങനെ വണ്ടി എടുത്തിട്ട് 11 months ആദ്യത്തെ ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇത് ഫ്യൂവൽ പമ്പിന്റെ ഇഷ്യൂ ആണ്. പിന്നെ ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇഷ്യൂ എന്ന് ചോദിച്ചപ്പോൾ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, തിങ്സ് ക്യാൻ ഗോ റോങ് അറ്റ് ടൈം ആൻഡ് ഇറ്റ്സ് ഫൈൻ എന്നും പറഞ്ഞിട്ട് ഞാനും വിട്ടുപിടിച്ചു. ഇത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മൈനർ ഇഷ്യൂസ്. പിന്നെ അന്ന് ഓൺ ദി വേ ഞങ്ങൾ പോണ വഴിക്ക് ഔട്ട് ഓഫ് നോ വെയർ ലെഫ്റ്റ് പാസഞ്ചർ ഡോറ് അൺലോക്കായി. ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക, ഞങ്ങളൊരു 40-50 കിലോമീറ്റേഴ്സ് ഓൾറെഡി ഓൺ റോഡ് പോയിക്കൊണ്ടിരിക്കുക. ഒരു ടേൺ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ലെഫ്റ്റ് ഡോർ ആ ലോക്കിൽ നിന്ന് റിലീസായി. എന്നിട്ട് ഇഗ്നിഷനിൽ മറ്റേ ക്ലസ്റ്ററിലൊക്കെ വാർണിംഗ് വന്നു, ലെഫ്റ്റ് ഡോർ അൺലോക്ക് ചെയ്യുന്നത്. അപ്പോഴും ഞങ്ങൾ പാനിക്ഡ്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് സർവീസിന് ചെല്ലുന്നത്. അന്നത് കോട്ടയം സർവീസ് സെൻ്ററിലോട്ട് അത് ടോയത്, ബിക്കോസ് വാഗമണിൽ നിന്ന് നിയറസ്റ്റ് ആയതുകൊണ്ട്. അവർ പറഞ്ഞു വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ഇനിയിപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇഷ്യൂസ് വരുന്നതെന്ന് വെച്ചാൽ ക്ലസ്റ്ററിൽ ഇടയ്ക്കിടയ്ക്ക് സർവീസ് ബാറ്ററി എന്നും പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇവർ പറയും ഇതൊന്ന് റീസെറ്റ് മോഡിലോട്ട് ഇട്ടാൽ മതി, ശരിയാവും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചു. പിന്നെ ഡെയിലി ഞാനത് ഇഷ്യൂസ് വരുമ്പോൾ ഇടും. അപ്പോൾ അത് മേ ബി ടെമ്പററി ഫിക്സ് ആണത്, എപ്പോഴും പ്രോപ്പർ ഫിക്സ് ഉണ്ടായിരുന്നില്ല. ഈ ഇയർ മാർച്ച് ഏപ്രിലിൽ വെച്ചിട്ട് പപ്പ ഫ്രം മൈ ഹോം ഫ്രം പലാരിവട്ടം ടു കലൂർ ട്രാവൽ ചെയ്യായിരുന്നു. കലൂർ സിഗ്നൽ എടുത്തു കഴിഞ്ഞ് ഒരു 20 കിലോമീറ്റർ 30 കിലോമീറ്റർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി ഫുൾ പവർ ഡൗൺ ആയി. സ്റ്റിയറിംഗ് സ്റ്റിഫായി, ബ്രേക്സ് കിട്ടുന്നില്ല, ആക്സലറേറ്റർ കിട്ടുന്നില്ല. ഏറ്റവും തിരക്കുള്ള സ്ഥലം. പക്ഷെ അത് സ്പീഡ് കുറവായിരുന്നു. അത് അതുകൊണ്ട് പപ്പയ്ക്ക് കൺട്രോൾ ചെയ്ത് വണ്ടി സൈഡിലോട്ട് പുൾ ഓവർ ചെയ്യാൻ പറ്റി. പിന്നെയും വീണ്ടും ഞാൻ RSAയും കാര്യങ്ങളൊക്കെ വിളിച്ചു. അന്നപ്പോൾ ഞാൻ ലീവ് എടുത്ത് പോവാണ്. ഞാൻ വർക്ക് ഫ്രം ഹോം ആയിരുന്നു താങ്ക്ഫുള്ളി. ലീവ് എടുത്ത് നേരെ അവിടെ ചെല്ലുന്നു, നോക്കുമ്പോൾ വണ്ടി ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ആകെ ലൈറ്റ്സ് ഒക്കെ ഭയങ്കര ഡിമ്മായിട്ടിരിക്കുക. ചെക്ക് ചെയ്യുന്നു, ഇവരായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു വണ്ടി ടോ ചെയ്യണം, വേറൊന്നും ചെയ്യാനില്ല. ടോ ചെയ്തു, വണ്ടി സർവീസ് സെൻ്ററിൽ എത്തി. ഇവർ പറയണത് ഇതിൻ്റെ ഓൾട്ടർനേറ്റർ പുള്ളി വർക്ക് ചെയ്യുന്നില്ല, അതിന് കംപ്ലൈൻറ്റ് വന്നേക്കുന്നതാണ്, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇതിൻ്റെ അടുത്ത ഇഷ്യൂ? ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇഷ്യൂ ഇങ്ങനെ വന്നു, ഇതെന്താണ്? ഇവർ പറഞ്ഞു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്. അങ്ങനെ സമ്മതിക്കുന്നുണ്ട്. ഇവർ പറഞ്ഞു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ് ഇവരുടെ ഇതാണ്. അപ്പം ഞാൻ ചോദിച്ചു ബാക്കി മെറിഡിയൻസിന് ഇഷ്യൂസ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഇല്ല. അപ്പം ഞാൻ പേഴ്സണലി പിന്നെ ഇതിൻ്റെ മറ്റേ ഫേസ്ബുക്കിൽ കുറേ മെറിഡിയൻ ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നു. അപ്പോഴാണ് ഞാൻ ഇതിനകത്തോട് ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. നോക്കിക്കഴിയുമ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂസ് ആർക്കും വരുന്നില്ല. ഈവൻ ഫ്യൂവൽ പമ്പിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് അവർക്ക് ക്ലസ്റ്ററിൽ നോട്ടിഫിക്കേഷൻ കിട്ടും, അപ്പോഴത്തേക്ക് അവർ സർവീസ് സെൻ്ററിലോട്ട് അവർക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് എത്തിക്കാൻ പറ്റും. ഈ നമ്മളൊരു ട്രിപ്പിന് പോയിട്ട് കമ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ A to B പോകുമ്പോൾ നമ്മൾ ട്രസ്റ്റ് ചെയ്യാണല്ലോ, A to B നമുക്ക് എത്താൻ പറ്റുന്നത്. ഇൻ ബിറ്റ്വീൻ C ഒരു ബാക്കപ്പ് പ്ലാൻ നമ്മൾ വെക്കേണ്ടി വരുന്നില്ല.
അങ്ങനത്തെയൊക്കെ കുറേ ഇഷ്യൂസ് വന്നു. എന്നിട്ട് ഈ പറയുന്ന പുള്ളിയുടെ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഞാൻ ഇഷ്യൂ എസ്കലേറ്റ് ചെയ്യണോ, റേസ് ചെയ്യണോ, അല്ലെങ്കിൽ ഷുഡായി? അത് ഞാൻ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പിനാക്കിൾ ടീമായിട്ട് ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു ഇല്ല, ട്രസ്റ്റ് അസ്, ഇനിയിപ്പോൾ ഇഷ്യൂസ് ഒന്നും വരില്ല എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് കോയമ്പത്തൂർ. അപ്പോൾ ഇതിനൊക്കെ വേറെ പൈസ കൊടുക്കുന്നുണ്ടോ? ഇല്ല, എല്ലാം ഇവർ ടാക്സിയുടെ ഫെയർ ഒക്കെ ആദ്യം ഇവർ മേടിക്കുമായിരുന്നു. പക്ഷേ അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് ഇനി തരാൻ പറ്റില്ല, കാരണം പുതിയ വണ്ടിയാണ്, ഇത് എൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നതല്ല. ഇഫ് ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് ഐ എം കോസ്റ്റിംഗ് ദെൻ ഐ എം റെഡി ടു പേ ഫോർ ഇറ്റ്, എൽസ് ഐ വോണ്ട് പേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവർ അവരുടെ സൈഡിൽ നിന്ന് അത് ടേക്ക് കെയർ ചെയ്യുന്നു. ഇനീഷ്യലി അവർ മറ്റേ ടാക്സി പെയറും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ കോയമ്പത്തൂർ ഒന്ന് ട്രാവൽ ചെയ്തു. കോയമ്പത്തൂർ ട്രാവൽ ചെയ്ത് അതിപ്പോൾ ഒരു 2 months ബാക്കാണ്. കോയമ്പത്തൂർ ട്രാവൽ ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പുൾ ഓവർ ചെയ്തു. ഒരു ചന്ദ്രനഗർ, പാലക്കാട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് പുൾ ഓവർ ചെയ്തു. കോഫി കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ ഒരു ഹോസ്പിറ്റൽ എമർജൻസി വന്നു. വേറെ റിലേറ്റീവ്സ് ആക്സിഡൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം. ഒരു എമർജൻസി വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആകെ പാനിക്കായി. പിന്നെ ഒന്നും ചെയ്തില്ല, ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. പാരൻസിന് എല്ലാവരെയും, കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. വേറെ ടാക്സി വിളിച്ചു, അവരുടെ അടുത്ത് പോയിക്കോളാൻ പറഞ്ഞു, ഞാനിവിടെ നിന്നോളാം. പിന്നെ അത് നടന്നത് ഒരു 3 o'clock. പിന്നെ രാത്രി 10-10:30 വരെ അവിടെ സ്റ്റക്കായി. പാലക്കാട് ജീപ്പിന്റെ ഡീലർഷിപ്പ് ഉണ്ടോ? ഇല്ല, തൃശ്ശൂരാണ് പോകേണ്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കുഴപ്പം കിടക്കുന്നത് ഇത് ആക്ച്വലി അവർക്ക് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ തോന്നുന്നു. ലൈക്ക് ഇത് എന്തോ അലയൻസ് എന്ന് പറഞ്ഞിട്ട് ഏതോ ടീമിനാണ് ഇവർ ചെയ്ത് കൊടുക്കുന്നത്, സ്റ്റലാൻഡസ്. എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ഇഷ്യൂ എങ്കിൽ ടോ ട്രക്കിംഗ് സർവീസ് അവർ പാലക്കാട് നിന്ന് വേണം അലോട്ട് ചെയ്യാൻ. ഇതിന് പകരം ഇവർ ഇത് തൃശ്ശൂരിൽ നിന്നാണ് അലോട്ട് ചെയ്യുന്നത്. അതും റാൻഡം ആണ്. എനിവേ ദേ ഡൂയിങ് ഫ്രം റാൻഡം പ്ലേസസ്. അപ്പോൾ പിന്നെ നിയർ ബൈ ലൊക്കേഷന് കൊടുത്ത് ആസ് എ കസ്റ്റമർ എനിവേ ദേ ട്രബിളിങ് അസ്, അറ്റ്ലീസ്റ്റ് ദേ കുഡ് ഡു ദ ബേസിക് തിങ്. പിന്നെ ടാക്സിയും കാര്യങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻ ദെയർ ഓൺ സ്വീറ്റ് ടൈം. അപ്പോൾ നമുക്ക് എങ്ങനെ ഫുൾ ട്രബിളാണ്. ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്കിനി വണ്ടി വേണ്ട, നിങ്ങൾ വെച്ചോ, നിങ്ങൾ കീപ്പ് ചെയ്തോ, നിങ്ങളുടെ ഗരാജിൽ നിങ്ങൾ ഇട്ടോ, എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും GMA പിനാക്കിളായിട്ട് സംസാരിച്ചു, അവർ GM ആയിട്ട് സംസാരിച്ചു, ആഫ്റ്റർ സെയിൽസ് ആയിട്ട് സംസാരിച്ചു. ഇവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇവർ ഞാൻ പറഞ്ഞു, ബിക്കോസ് ഈ കാർ ഞാൻ ടേക്ക് കെയർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുത്താന്ന് ഞാൻ ഇവരോട് ചോദിച്ചു, ഫ്യൂൽ ചെയ്യേണ്ടത് ഞാൻ എവിടെ നിന്നാന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു BPCL നെടുമ്പാശ്ശേരിയാണ് നല്ലത്, അവർ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം. പാലാരിവട്ടത്തുനിന്ന് ഞാനിപ്പോൾ ഒരു ട്രിവാൻഡ്രം ട്രാവൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് രാത്രിയാവുമ്പോൾ ഒരു 10 മണി കഴിയുമ്പോൾ ഇവിടെ നിന്ന് നെടുമ്പാശ്ശേരി പോയി ഫുൾ ടാങ്ക് ഫ്യൂൽ ചെയ്ത് വീട്ടിലും കൊണ്ടുവന്നിട്ട് സൂക്ഷിക്കുന്ന വണ്ടിയാണ്. അങ്ങനെ ടേക്ക് കെയർ ചെയ്ത്. പിന്നെ എവറി 5,000 ടയറും കാര്യങ്ങളും, അലൈൻമെന്റ് റൊട്ടേഷൻ, 10,000 റൊട്ടേഷൻ, എഞ്ചിനിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, എല്ലാം ബേയും കാര്യങ്ങളൊക്കെ പ്യുവറായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടടങ്ങുന്ന വണ്ടിയാണ്. അത്രയും ടേക്ക് കെയർ ചെയ്ത്, അത് ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡ് ഹോമാണ്. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് ട്രാവൽ ചെയ്യും. ബിക്കോസ് ഈ വണ്ടിയും കൊണ്ട് ഞാനിപ്പോൾ രാമേശ്വരം, കന്യാകുമാരി, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഇതെല്ലാം ഈ വണ്ടിയും കൊണ്ട് ട്രാവൽ ചെയ്ത് പോയിട്ടുള്ളതാണ്. പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് ഇപ്പൊ ഇല്ല അല്ലേ? എവിടെയെങ്കിലും അതാ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഇയറിൽ ഞാൻ 15,000 കിലോമീറ്റർ ക്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബൈ ദിസ് ടൈം ഐ ഷുഡ് ഹാവ് ക്ലോക്ക്ഡ് 45 മിനിമം. പക്ഷെ ഇപ്പൊ എനിക്ക് അത് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് എന്റെ സൈഡിൽ നിന്ന് പോയി. അപ്പോൾ അന്ന് കൊണ്ടുപോയിട്ട് എന്താ പറയുന്നത്, പിന്നെ പ്രശ്നം എന്തായിരുന്നതാണ്? തൃശ്ശൂരേക്ക് കൊണ്ടുപോയിട്ട് തൃശ്ശൂർ കൊണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നത് ഓൾട്ടർനേറ്ററിന്റെ ഇഷ്യൂ, സോറി ലോ പ്രഷർ ഫ്യൂൽ പമ്പ് വീണ്ടും അത് ഡാമേജ് ആയിരുന്നു. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, വാട്ട് ഈസ് എക്സാക്ട്ലി ഹാപ്പനിങ്? നിങ്ങൾ ഇത് ആദ്യം പ്രശ്നമെന്ന് പറഞ്ഞു, നിങ്ങൾ ഇത് ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞു, പിന്നെ ഇത് പ്രശ്നമെന്ന് പറയുന്നു. സോ വാട്ട് എക്സാക്ട്ലി ഇസ് ദ സൊല്യൂഷൻ ഫോർ ദിസ്? ഇങ്ങനെ മീൻ ടൈം ഫിക്സ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു, പിനാക്കിൾ പറഞ്ഞു സി ഇറ്റ്സ് നോട്ട് അവർ ഫോൾട്ട്, ദർ ഇസ് നത്തിങ് വിച്ച് വി കുഡ് ഡു, മേ ബി വി ക്യാൻ കണക്ട് ടു സ്റ്റലാൻഡസ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ കോളിൽ ഇരിക്കേണ്ട, ലെറ്റ് മീ യു കണക്ട് മീ, ഐ വിൽ ടോക്ക് വിത്ത് ദം. അപ്പോൾ അവരുടെ സെയിൽസ് ഹെഡും പിന്നെ അതുപോലെ അവരുടെ റെസ്പെക്റ്റീവ് ആൾക്കാരായിട്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരുടെ കൺസേൺസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം അനുഭവം ചെയ്തത് സ്റ്റലാൻഡസിൻ്റെ ഒരു ഏജൻറ്റ് പറയായിരുന്നു, ഓൾട്ടർനേറ്ററിൻ്റെ ഇഷ്യൂ അത്രയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ജീപ്പിന് അതിൻ്റേതായ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്, അങ്ങനെ വണ്ടിക്കൊന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഈ വണ്ടിയും കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇത്രയും ട്രാവൽ ചെയ്യുന്നതാണ് 6 lane സ്പീഡിൽ ഞാനൊരു 100 കിലോമീറ്ററിൽ ക്രൂസ് ചെയ്യുമ്പോഴാണ് ഈ ഓൾട്ടർനേറ്റർ ഫെയിലിയർ വരുന്നതെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഫേറ്റൽ. പിന്നെ ഫ്യൂണറലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവർ വന്നിട്ട് ഇതിൻ്റെ സേഫ്റ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് ഇവരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി ഇത് ആദ്യം ഭയങ്കര സില്ലി മാറ്റർ ആയിട്ട് പുള്ളി എന്നോട് പ്രസൻറ്റ് ചെയ്തത്. അതെനിക്ക് ആക്ച്വലി കുറച്ച് അനോയ്ഡ് ആയിട്ട് തോന്നി. അപ്പം ഞാൻ ഷൗട്ട് ചെയ്തു, ഞാൻ പറഞ്ഞു ഇത് പറ്റത്തില്ല, ഇത് നിങ്ങൾ ഇഷ്യൂ എസ്കലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. എസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് വേറൊരു ലേഡി ആയിരുന്നു പുള്ളിക്കാരത്തി, പേര് ഞാൻ പറയുന്നില്ല. പുള്ളിക്കാരത്തി വന്നു സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി എടുത്ത വഴി പറഞ്ഞു വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നും ഓപ്ഷൻ അല്ല എന്ന് പറഞ്ഞു, അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചു ഓൺ വാട്ട് ബേസിസ് ഷുഡ് ഐ ടേക്ക് ദിസ് കാർ? ഓക്കെ, ഐ എം പ്ലാനിങ് ഫോർ എ നെക്സ്റ്റ് ഹൈദരാബാദ് ട്രിപ്പ് ഓൺ ദിസ് ഓണം. ഈ വണ്ടിയും കൊണ്ട് പോയ വാട്ട് ഇസ് ദ ഗ്യാരണ്ടി ദാറ്റ് യു ക്യാൻ പ്രൊവൈഡ് മീ that I will reach from point A to point B without a backup plan C. ഇതായിരുന്നു എൻ്റെ ഡിമാൻഡ്. They were muted. For all the questions which I asked, they were completely muted. They have nothing to say. They are like, okay. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ മ്യൂട്ട് ആയിരുന്നിട്ട് കാര്യമില്ല. ആൻഡ് ഇൻ ദി എൻഡ് they said like they can offer 60,000 rupees. എന്തിനാ ഈ ഇഷ്യൂസ് വന്നതിൻ്റെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, എന്തിനാണ് ഈ 60,000? അപ്പൊ അത് സ്റ്റോർ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഐ എം റെഡി ടു പേ 1 lakh. 1 lakh ഞാൻ ഇയർലി വണ്ടിയിൽ ഞാൻ സർവീസ് ചെയ്യാൻ റെഡിയാണ്, നിങ്ങൾ ചാർജ് ചെയ്തോ, ഐ എം റെഡി ടു പേ. എനിക്ക് 60,000 വേണ്ട, എനിക്ക് വേണ്ടത് ഒരു റിലയബിൾ വെഹിക്കിൾ ഫ്രം വെയർ ഐ ക്യാൻ ട്രാവൽ A to B. ഇതാണ് എൻ്റെ ഒരു റിക്വയർമെന്റ് ഉള്ളൂ.
കാരണം പപ്പ ഇതിനു മുമ്പ് യൂസ് ചെയ്തത് മാരുതിയുടെ വെഹിക്കിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഹ്യുണ്ടായി യൂസ് ചെയ്തിട്ടുണ്ട്, ടൊയോട്ട യൂസ് ചെയ്തിട്ടുണ്ട്, ഈവൻ വില്ലീസ് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ജീപ്പ് ആണെന്ന് പറഞ്ഞപ്പോൾ പപ്പയ്ക്കും മമ്മിക്കും ഒരു കോൺഫിഡൻസ് വന്നത് ഇത് എടുക്കാനുള്ള ഒരു പ്രൈമറി റീസൺ. ഇതൊക്കെ യൂസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇല്ലാത്തൊരു ഹെഡേക്കാണ് ഇങ്ങനെ ഒരു ബ്രാൻഡ് ന്യൂ വെഹിക്കിൾ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത്. കറന്റ് ഒരു ഫോക്സ് വാഗൻ വേർട്ടസും യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഹോണ്ട ജാസും ഉണ്ട്. ഇതിനും ഈ പറയുന്ന ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ ഈ ഒരു വണ്ടി ഐ ഡോണ്ട് നോ, മേ ബി ഇറ്റ് കുഡ് ബി എ ഡിഫക്റ്റീവ് പീസ് വിച്ച് ഐ വുഡ് ഹാവ് റിസീവ്ഡ്. എനിക്ക് ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം ഇത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് അവർ സമ്മതിച്ചെന്നുള്ള. അല്ല ശരിക്കും സീരിയസ്, അല്ലെങ്കിൽ ഒരു കമ്പനി ഒരു ഡീലർ അത് പറയാറില്ലല്ലോ, നിങ്ങൾ ഉപയോഗിക്കേണ്ട പ്രശ്നമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിവാക്കുന്നതിന് പകരം ഇത് ഇവർ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞത്. ഫ്യൂൽ ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞു ഇവിടെ ചെയ്യണം, ശരി ഞാൻ ചെയ്തേക്കാം. ഇല്ല അത് കാരണം എനിക്കത് ഭയങ്കര കൺസേൺ ഉള്ള കാര്യം. ഞങ്ങൾ എപ്പോഴും ഫ്യൂൽ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ പമ്പ്. BPCL ആണെങ്കിൽ ഈ വണ്ടി BPCL അല്ലാതെ വേറെ ഫ്യൂൽ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ഈവൻ തമിഴ്നാട് പോയാലും മാക്സിമം ട്രൈ ടു ഫിൽ ഇറ്റ് ഫ്രം BPCL അല്ലെങ്കിൽ ഇന്ത്യൻ ഓയിൽ. എന്താണോ നിങ്ങളുടെ സ്പെസിഫിക് റിക്വയർമെന്റ് ഞാൻ ചെയ്തേക്കാം. ആഡ് ഇവർ പുറത്തുനിന്ന് ചെയ്യാന്ന് പറയും, വേണ്ട ഞാനത് സർവീസ് സെന്ററിൽ വന്ന് ചെയ്തോളാം. ഈവൻ ഇഫ് ഇറ്റ് ടേക്സ് മീ ലൈക്ക് 1 hour ഇറ്റ്സ് ഫൈൻ. കാരണം അത്രയും കെയർ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. സോ ഇൻ ദി എൻഡ് വാട്ട് ഐ എം എക്സ്പെക്ടിങ് ഇസ് ലൈക്ക് എ കാർ വിച്ച് ക്യാൻ ബി ട്രസ്റ്റഡ്. ലൈക്ക് നമുക്കിപ്പോൾ ഒരു പോയിന്റ് പോകണം. പിന്നെ അതൊക്കെ നമ്മൾ ഇത്ര 40 ലക്ഷം രൂപ എടുത്തൊരു വാഹനം വാങ്ങിച്ചിട്ട് നമുക്ക് വിശ്വസിച്ച് ഇവൻ വാഗൺ വരെ പോലും പോകാൻ പറ്റുന്നില്ലെങ്കിൽ വലിയ പ്രശ്നം തന്നെയാണത്. തീർച്ചയായിട്ടും ജീപ്പ് ഇത് ഈ ഒരു വീഡിയോ കണ്ടത് ടേക്കപ്പ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഇന്ത്യയിൽ വന്ന ഉടൻ തന്നെ നമ്മൾ ഏറ്റെടുത്തൊരു ബ്രാൻഡാണ് ജീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ട്രസ്റ്റ് തിരിച്ചും കാണിക്കണം. പ്രത്യേകിച്ച് ഇപ്പൊ എനിക്ക് തോന്നുന്നത് അമിതമായി സൂക്ഷിക്കുന്നതിന്റെ പ്രശ്നമാണെന്ന് ഈ സംശയമുണ്ട്. അല്ല ഇതിപ്പോ ഞാനിപ്പോ എനിക്കറിയില്ല, എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ തേർഡ് കോയമ്പത്തൂർ ഇഷ്യൂ കഴിഞ്ഞിട്ട് ഞാനിത് കഴിഞ്ഞ് പിന്നെ ഒന്ന് കോയമ്പത്തൂർ ട്രാവൽ ചെയ്യണ്ടായിരുന്നു. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ അന്ന് ഞാൻ വേർട്ടസും കൊണ്ടാണ് പോയത്. എന്റെ റിലേറ്റീവ്സും പപ്പയും മമ്മിയും എല്ലാവരും വഴക്ക് പറഞ്ഞു ഞാൻ ഈ വണ്ടിയും കൊണ്ട് പോയില്ല. ബിക്കോസ് ഈ വണ്ടിക്ക് ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ഞാൻ നോക്കണമായിരുന്നു എന്നും പറഞ്ഞിട്ട് എന്നെ വഴക്ക്. ഇങ്ങനെ പറഞ്ഞു നിന്നിട്ട് ഞാൻ പോയത് August 1st 2nd ആ വീക്കെൻഡിനാണ് ഞാൻ പോയി. ആ നെക്സ്റ്റ് കമ്മിങ് വീക്കെൻഡ് തേഴ്സ്ഡേ പപ്പ വന്ന് ഹുഡ് തുറന്ന് നോക്കുമ്പോൾ കൂളൻ്റ് മൊത്തം സ്പ്ലാഷ് ചെയ്ത് റേഡിയേറ്റർ ഫാൻ ഒരു 2 kilometers ട്രാവൽ ചെയ്ത് വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ റേഡിയേറ്റർ ഫാൻ കണ്ടിന്യൂസ്ലി ഓൺ ആവും. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി പപ്പ നെക്സ്റ്റ് ഡേ, കാരണം അപ്പം തുറക്കാൻ എഞ്ചിൻ ഭയങ്കര ഹീറ്റഡ് ആയതുകൊണ്ട് തുറന്നില്ല, നെക്സ്റ്റ് ഡേ തുറന്നു നോക്കുമ്പോൾ കൂളൻ്റ് മൊത്തം സ്പ്ലാഷ് ചെയ്ത് എംപ്റ്റി ആയിരുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ എന്തോ ഒരു നോസിലോ എന്തോ പൊട്ടിയിട്ടുണ്ട്, ഹൈ പ്രഷർ നോസിലോ എന്തോ പൊട്ടിയതാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അപ്പം തന്നെ സ്റ്റെല്ലാൻഡിസിലേക്ക് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഇവർ എൻ്റെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞത് വെഹിക്കിൾ ഹാസ് ബീൻ ചെക്ക്ഡ് തറോലി ഇൻസ്പെക്ടഡ്, ദർ ഇസ് നോ ഇഷ്യൂസ്, ഇറ്റ് ഇസ് വെൽ പെർഫോമിംഗ് എന്നും പറഞ്ഞിട്ടാണ്. അപ്പം എന്നിട്ട് ഇവർ പറഞ്ഞു ഇനി ഇഷ്യൂസ് വരില്ല, യു ക്യാൻ ട്രസ്റ്റ് ഓൺ അസ് എന്ന് സ്റ്റെല്ലാൻഡിസും പറഞ്ഞു. ഞാൻ ചെയ്തത് എൻ്റെ വാട്സ്ആപ്പ് മെസ്സേജ് ഉണ്ട്, ഞാൻ ചെയ്തത് മെസ്സേജ് ഇവർക്ക് അയച്ചു, താങ്ക് യു ഫോർ റീഗെയിനിങ് മൈ കോൺഫിഡൻസ് ഓൺ ജീപ്പ് എന്നും പറഞ്ഞിട്ട് ഞാൻ ആ ഫോട്ടോ ഇവർക്ക് അയച്ചു കൊടുത്തു കൂളൻറ്റിൻ്റെ. അപ്പോഴത്തേക്കും സ്റ്റെല്ലാൻഡിസിൽ നിന്ന് അവിടുന്ന് ആൾക്കാർ വന്നു, വീട്ടിൽ നിന്ന് വണ്ടി ടോ ചെയ്തുകൊണ്ട് പോകേണ്ടി വന്നു. വീട്ടിൽ ഷെഡിൽ കിടക്കുന്ന വണ്ടി പുറത്തോട്ട് തള്ളി, മറ്റേ ടോ വെഹിക്കിൾ അകത്തോട്ട് കയറത്തില്ല, വണ്ടി ഉന്തി പുറത്തോട്ട് എടുത്ത് റോട്ടിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് വണ്ടി ടോ ചെയ്തുകൊണ്ട് പോകുന്നു. എന്തൊരു കഷ്ടമാണ്. ഒരിക്കലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ മാരുതിയൊക്കെ എത്ര വർഷം ഉപയോഗിച്ചാലും റോഡ് സൈഡ് അസിസ്റ്റൻസ് സാധനം യൂസ് ചെയ്യേണ്ടി വരികയില്ല. ഒരു നമ്പർ പോലും നമ്മുടെ മൊബൈലിൽ കാണില്ല മാരുതിയൊക്കെ ഉപയോഗിച്ച്. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു കാര്യം കൂടെ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോൾ ഇതൊരു അമേരിക്കൻ കമ്പനിയാണ്. സ്റ്റെല്ലാൻഡിസ് എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ കമ്പനിയാണ്. ഇവർ ഈ രാജ്യങ്ങളിലൊന്നും പ്രക്രിയ ചെയ്യാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങളൊന്നും. ഇതിനൊക്കെ വലിയ ചോദ്യങ്ങളും നിയമങ്ങളും വരും. ഇന്ത്യയിൽ മാത്രമാണ് ഇല്ല ഞങ്ങൾക്കൊന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുന്ന ഉത്തരം. അതാണ് ഇന്ത്യക്കാരെ എല്ലാ കമ്പനികളും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള നമ്മൾ പല ഉദാഹരണങ്ങൾ കണ്ടു കഴിഞ്ഞു. എന്തായാലും ഈ കേസിലും എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ശ്രമിച്ചു നോക്കുക. ഇപ്പം ഡീലർഷിപ്പ് ഇപ്പം പിനക്കിൾ തീർച്ചയായിട്ടും വളരെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ ഡീലർഷിപ്പാണ്. അപ്പോൾ പിനക്കിളൊക്കെ ചെയ്തതിന് പരിധി ഉണ്ടാവും. ഇത് സ്റ്റെല്ലാൻഡിസ് തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. അത് ഈ വീഡിയോ വഴി സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് എന്തായാലും കൊണ്ടു നടക്കാനേ പറ്റും. 40 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചൊരു വാഹനം അല്ലേ. ഇത് ട്രോഫി പോലെ വീട്ടിൽ വെക്കാം, വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ ട്രാവൽ മൊത്തം വേർട്ടസിലോട്ടാക്കി. കാരണം ഇതും കൊണ്ട് പോവാന്ന് പറയുന്നത് ഡൗട്ട്ഫുൾ ആണ്. ഒരു പള്ളി പോകണമെന്ന് പറഞ്ഞാൽ പോലും സത്യം പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാൻ പേടിയാണ്. 40 ലക്ഷം രൂപയ്ക്ക് BMW 5 സീരീസോ അല്ലെങ്കിൽ ബെൻസിന്റെ E ക്ലാസ് ഒക്കെ നല്ല ഗംഭീര സെക്കൻഡ് പ്രീ ഓൺഡ് വെഹിക്കിൾസ് കിട്ടുമായിരുന്നു. ഈവൻ ഐ തിങ്ക് ഒരു 2 ലിറ്റർ അന്ന് മറ്റേ കുഷാക്ക് അല്ലെങ്കിൽ കൂടിയാക്ക് അല്ലെങ്കിൽ ടേക്കൺ എടുത്താൽ മതിയായിരുന്നു. എന്തായാലും ഗംഭീര എഞ്ചിനാണ് 2 ലിറ്റർ. ഈ പറഞ്ഞ പോലെ ഫിയറിന്റെ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനാണ്, ഹാരിയറിലൊക്കെ ഇരിക്കുന്ന എഞ്ചിൻ തന്നെയാണ്. പക്ഷേ ഈ വണ്ടിക്ക് എന്തോ ഒരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ്. അത് കമ്പനി സമ്മതിച്ചിട്ട് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ എല്ലാം ശരിയാകട്ടെ. താങ്ക് യു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി നമ്മുടെ ഈ റാപ്പിഡ് ഫയറിൽ ആദ്യമായിട്ടാണ് C40 വോൾവോ C40 പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. XC40 പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, പക്ഷേ C40 ആദ്യമായിട്ടായിരിക്കും. അതിൻ്റെ ഓണറിനെ പരിചയപ്പെടാം. നമസ്കാരം.
പേര് വിഷ്ണു. വിഷ്ണു ഇപ്പോൾ ഇവിടെ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് ഞങ്ങൾ നേരത്തെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഓഫീസ് വെച്ച് കണ്ടിരുന്നു. അന്ന് ഞാനാണ് വോൾവോ സജസ്റ്റ് ചെയ്തത്. പക്ഷേ ഞാൻ സത്യത്തിൽ ഇപ്പോൾ കണ്ടപ്പോഴാണ് ഞാൻ പിന്നെ അത് ഓർക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വോൾവോയുടെ ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ XC40 റീചാർജിലേക്ക് പോയേക്കാം. എന്തുകൊണ്ടാണ് കൂപ്പേ ഡിസൈനുള്ള C40ലേക്ക് പോയത്? ഒന്നത് ഭയങ്കര യങ്സ്റ്റർ ലുക്കാണ്, ഭയങ്കര അട്രാക്റ്റീവ് ആണ്, സ്റ്റൈലിഷ് ആണ്. പിന്നെ എൻ്റെ ഒരു ക്യാരക്ടർ ലൈൻ ഫുള്ളി അഡോപ്റ്റഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിളായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. അങ്ങനെ കണക്ട് ആയത് എന്താണ്? ഒന്ന് ഇതിന്റെ പവർ, ഡ്യുവൽ മോട്ടറും പവറും. രണ്ട് ഇതിന്റെ സ്റ്റൈൽ എവിടെ നിന്നും അട്രാക്റ്റഡ് ആണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിംഗ് കൂടെ വണ്ടിക്ക് കൊടുത്തു, അലോയ് കസ്റ്റമൈസ് ചെയ്തു, ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്തപ്പം. അലോയ് എന്ന് പറഞ്ഞാൽ ഇപ്പം വിഷ്ണു പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ ഇന്ത്യയിൽ തന്നെ ഈ അലോയ് വീൽ മാറ്റിയ വോൾവോ C40 വേറെ ഇല്ല. അതാണ് നമ്മൾ കാണിക്കുക. അതിലേക്ക് നമുക്ക് പോകാം. എങ്കിലും നമുക്ക് തുടക്കം തൊട്ടേ വരാം. ആദ്യമായിട്ടാണോ EV ഉപയോഗിക്കുന്നത്? അതെ, എൻ്റെ ഫസ്റ്റ് EV ആണ്. അതിനു മുമ്പ് ഉപയോഗിച്ചിരുന്ന വാഹനം ഏതാ? എനിക്ക് മിനി കൂപ്പറും C ക്ലാസും. അപ്പോൾ അതിൽ നിന്നാണ് ഇതിലേക്ക് വന്നത്. അതൊക്കെ ഉണ്ട് ഇപ്പോഴും? അതുകൊണ്ട് അതൊക്കെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു EV പരീക്ഷിച്ചേക്കാന്ന് വിചാരിച്ചത്? EV ഒട്ടും ഞാൻ ആദ്യം മഹേന്ദ്രയുടെ ഒരു ഓപ്ഷനിലാണ് പോയിരുന്നത്. കാരണം അത് അഫോർഡബിൾ ആണ്, ആ റേഞ്ച് ഓക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് എനിക്ക് നമ്മുടെ ഒരു വളരെ ഒരു ഡൗട്ട്ഫുൾ ആയിരുന്നു എങ്ങനെ മഹേന്ദ്ര എടുക്കണോ, എൻ്റെ ഫസ്റ്റ് EV അത് വേണോ എന്നുള്ളത്. അത് XUV അഫോർഡബിൾ ആയിരിക്കും അന്ന് ഉദ്ദേശിച്ചത് അല്ലേ? അല്ലല്ല, B6 വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എടുക്കുന്ന ലോട്ടിൽ തന്നെ എടുക്കാന്നുള്ള രീതിയിലായിരുന്നു. അപ്പോഴും ഡൗട്ടായിരുന്നു ലൈക്ക് ഹൗ സക്സസ്ഫുൾ ഇറ്റ് ഈസ് എന്നുള്ളത്. പക്ഷെ പിന്നെ ഒരു പ്രൂവൻ ഒരു ബ്രാൻഡിൽ നിന്ന് തന്നെ ഒന്നും നോക്കണ്ട, അങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ട് വഴി വന്നപ്പോൾ തന്നെ അതങ്ങ് പിക്ക് ചെയ്യുക ചെയ്തു. അപ്പം ഇതിനു മുമ്പ് പക്ഷേ മിനിയും ബെൻസും ഉണ്ടെങ്കിലും വോൾവോ വാങ്ങിച്ചിട്ടില്ല. വാങ്ങിച്ചിട്ടില്ല. വോൾവോ ഞാൻ അങ്ങനെ ഒരു യങ്സ്റ്റർ വൈബായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ C40 എൻ്റെ ഓപ്ഷൻ ലിസ്റ്റിൽ, കാരണം ഇതൊരു ഹിഡൻ ജെമ്മായി വെഹിക്കിള്. ഈ വണ്ടി വന്നതിന് ശേഷം പവർ ഉണ്ട്, ലൈക്ക് അറൌണ്ട് 402 HP പവറും ഉണ്ട്. ഇതിൽ ഫെസിലിറ്റി, ഓഫ് റോഡ് ഫെസിലിറ്റി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ എൻ്റെ ഒരു റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് കേരള ഫുൾ ഉണ്ടാവും. അതിനെ ഫുൾ ഇത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇൻഫാക്ട് മറ്റ് വെഹിക്കിൾ എടുക്കുന്നതിനേക്കാൾ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ഇതായിരിക്കും പോകുന്നത്. മറ്റേത് ഫ്യൂവൽ സ്റ്റേഷനിൽ കയറ്റുമ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഓർഗൻ ചെയ്യും. അതാണ് ഇത് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. EV എടുക്കാൻ മടിച്ച് നിൽക്കുന്നവരുണ്ടല്ലോ, EVയെ കുറ്റം പറയുന്നവർ. ഇവരൊക്കെ വീട്ടിലൊരു EV വാങ്ങിച്ചു കഴിഞ്ഞാണല്ലോ അതേ എടുക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇന്നലെ പാതിരാത്രിക്കാണ് ഞാൻ ബോംബെയിൽ നിന്ന് വന്നത്. ഇന്ന് രാവിലെ ഷൂട്ടുണ്ട്. മറ്റേ 4-5 വണ്ടി ഉണ്ടെങ്കിലും ഞാൻ രാത്രി തന്നെ വന്ന് നമ്മുടെ കോമന്റ് ചാർജ് ചെയ്തു രാവിലെ അത് എടുക്കാൻ വേണ്ടി. കാരണം അത് നമുക്ക് അതാണ് അത്ര ഇഷ്ടപ്പെടും. എൻ്റെ ഓഫീസിൽ ഒബ്രോണിലാണ്, അവിടെ EV സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫാസ്റ്റ് ചാർജ് ചെയ്യാം. ഒരു 20-30 മിനിറ്റ്സ് കൊണ്ടൊക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചാർജ് ആയി നമുക്ക് അടുത്ത ഓപ്ഷനിലോട്ടാണ്. ഈ വെഹിക്കിളിൽ എനിക്ക് അങ്ങനെ ഒരു നമ്മുടെ ചാർജിന്റെ ഒരു കൺസിഡറേഷൻ അധികം ഫീൽ ചെയ്തിട്ടില്ല. ഇവര് വെഹിക്കിൾ പറയണത് ഒരു 600 ഒക്കെയാണ്. പക്ഷെ എനിക്കൊരു 480-520 ഒക്കെ ആ ഒരു റേഞ്ചിനുള്ളിൽ ആവറേജ് കിട്ടും. അതിൽ വേറൊരു ഇതും കൂടെ പറയാം. EV എടുക്കുന്ന എല്ലാവരും ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് എത്ര കിട്ടുന്നതാണ്. പക്ഷെ ഇതിനെ പറ്റിയിട്ടുള്ളൊരു ഈ വെഹിക്കിളിനെ പറ്റിയുള്ള ഏറ്റവും എൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടിഫിൻ കഴിക്കുന്ന ബ്രേക്ക് മതി വണ്ടി ഫുൾ ചാർജ് ആകാനായിട്ട്. അപ്പം അത് മാത്രം നമ്മൾ റൈഡ് ചെയ്യണനുസരിച്ച് പ്ലാൻ ചെയ്യുവാണെങ്കിൽ 100%. എനിക്കൊന്ന് ത്രൂ ഔട്ട് കേരളത്തിൽ തന്നെ അങ്ങനെ ഒരു കൺസേൺ എനിക്ക് വന്നില്ല. ഞാൻ വണ്ടി എടുത്തിട്ട് ഇത് വെരി ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂകാംബിക പോയത്. അപ്പം ആദ്യമായിട്ട് ഇലക്ട്രിക് വണ്ടി ഓടിച്ചിട്ട് അങ്ങ് പോയി, ഫാമിലിയായിട്ട് തന്നെ അങ്ങ് പോയി. പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് മംഗലാപുരം ടൗണിലാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. എന്നാൽ പോലും എനിക്ക് അങ്ങനെ ഒരു കൺസേൺ വന്നിട്ടുണ്ടായിരുന്നു. ചാർജ് ചെയ്തത് മംഗലാപുരത്തായിരുന്നു ചാർജ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്ന സമയത്ത് ആ റോഡൊക്കെ ഇച്ചിരി പ്രശ്നമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു ഓഫ് റോഡ്. അങ്ങനെ നമ്മൾ വണ്ടി കൂടുതൽ പഠിച്ചത് ആ ഓഫ് റോഡ് ഫീച്ചർ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഫ്രണ്ടിലെ ക്യാം വെച്ചിട്ട് നമുക്ക് ഗൈഡ് ചെയ്ത് രാത്രിയിൽ അറിഞ്ഞു ഓടിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഭയങ്കര വലിയൊരു. കേരളത്തിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡ് ഫീച്ചർ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? പക്ഷെ എനിക്ക് ഈ വണ്ടിയുടെ ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഏതൊരു സൈഡിലോ ഡയറക്ഷനിലോ പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊരു വണ്ടി പാനിക്കായിട്ട് വരുമ്പോൾ വണ്ടി ഫുള്ളി നമ്മൾ സേവ് ചെയ്യും. കാരണം എനിക്ക് മറ്റ് വെഹിക്കിളിൽ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് തിങ്ക് ചെയ്യണതിന് മുമ്പ് തന്നെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ. ഇതിപ്പോൾ 2 ഇൻസിഡൻറ്റ്. ഇപ്പോൾ ഞാൻ മോനായിട്ട് സ്കൂളിൽ പോകുമ്പോൾ പോലും ഇടവഴിയിൽ നിന്ന് പെട്ടെന്ന് ബൈക്ക് കയറുമ്പോൾ ഇത് ഹോൾട്ട് ചെയ്യും. അവിടെ ബാക്കിലുള്ള വെഹിക്കിളിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ നോക്കിയാൽ മാത്രം അതൊരു കൺസേൺ അല്ലേ. പക്ഷേ ഞാനിങ്ങനെ ടെയിൽ ചെയ്ത് അങ്ങനെ അധികം ഓടിക്കാറില്ല. അപ്പം വണ്ടി പുറകിലനുസരിച്ചിട്ട് മാത്രമേ നമ്മളൊരു ഗ്യാപ്പിൽ പോകാറുള്ളൂ. കാരണം ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും ശ്യാമും കൂടി ഞങ്ങൾ ജയ്പൂർ പുതിയ EX30 ഡ്രൈവായിരുന്നു. ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ പെട്ടെന്ന് നിപ്പില്ല, അങ്ങ് ദൂരെ കൂടെ ഒരാൾ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുള്ളൂ, ഒരൊറ്റ ബ്രേക്കിങ്. പക്ഷെ അതിനുണ്ടോ വോൾവോ ആക്കണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പം ഞാൻ കുണ്ടന്നൂരിൽ നിന്നൊക്കെ ഇങ്ങനെ റൈഡ് ചെയ്ത് വണ്ടി ഓടിച്ച് വരുമ്പോൾ ഈ ഇൻ്റർസെക്ഷനിൽ നിന്ന് ലോറി ട്രക്ക് ചിലപ്പോൾ വെഹിക്കിൾ നോക്കാണ്ട് തന്നെ ആയിട്ട് വരും. ഇത് ഇപ്പുറത്തെ ഡയറക്ഷനിൽ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു ഡിഡക്റ്റ് ചെയ്തിട്ട് വണ്ടി അങ്ങ് വെട്ടിക്കും. അപ്പം ഒത്തിരി ഫീച്ചേഴ്സ് നമുക്കത് പറയാണ്ട് തന്നെ നമ്മൾ സേവ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് ഞാൻ ടോട്ടലി ഹാപ്പിയാണ്. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മളെപ്പോഴും ഈവൻ വണ്ടി പരിചയപ്പെടുമ്പോൾ പോലും കൂപ്പേ ഡിസൈൻ ആയതുകൊണ്ട് പിൻഭാഗത്തിരിക്കുമ്പോൾ ഹെഡ് റൂം കുറവാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ നമ്മൾ തന്നെ പറയാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ തന്നെ ഫുള്ളി നമ്മൾ സേഫ് ആൻഡ് സെക്യൂർഡ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുവരെ അങ്ങനെ കംഫർട്ട് കുറവായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഇത് കറക്റ്റ് ഒരു പ്രാക്ടിക്കലാണ്. കാരണം വണ്ടി കോമ്പാക്റ്റും ആണ്, എന്നാൽ നമുക്ക് ഒരു സീറ്റിംഗ് പോസ്റ്റർ എല്ലാം ബെറ്റർ ആയിട്ട് തന്നെ പോയിട്ടുള്ളൂ. എത്ര രൂപയായത് ഓൺ റോഡ്? ഇത് ഓൺ റോഡ് 72 lakhs-ന്റെ അടുത്താണ്. 72 lakhs-ന് ഒരു EV വാങ്ങിക്കുന്നത് ബുദ്ധിപരമാണോ? അല്ല, അത് ഡിപ്പെൻസ്. കാരണം വെച്ചാൽ നമുക്ക് ഇനി ഫ്യൂച്ചർ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു അപ്ഗ്രേഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. പിന്നെ വണ്ടി പവർഫുൾ ആണ്, പിന്നെ സർവീസ് കോസ്റ്റ് ഒന്നും വരുന്നില്ല അതിനകത്ത്. നമുക്ക് വേറെ അഡീഷണൽ എക്സ്പെൻസോ കോസ്റ്റോ ഒന്നും വരുന്നില്ല. പിന്നെ ത്രൂ ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഫ്യൂച്ചറിലോട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നെ നെക്സ്റ്റ് ഒരു 5 years ഫ്യൂവൽ മേടിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് വെച്ചിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ഇത്തിരി കൂടെ എക്കണോമിക്കലാണ്. ഏറ്റവും കൂടുതൽ റൈഡുള്ള ഒരാൾക്ക് ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആണ്. എത്ര ഓടിക്കാണ് ഇപ്പോൾ എടുത്തിട്ട്? എത്ര കാലം എടുത്തിട്ട്? അല്ല, ഞാൻ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഇതാണ് എടുത്തത്. ഇത് ഞാൻ എടുത്തിട്ട് തന്നെ ഇപ്പോൾ 4 മാസമാണ്. അതിനിടയ്ക്ക് ഞാൻ ഇപ്പോൾ 8000 kilometer എടുത്തോളം. എന്താണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ? എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഫീച്ചേഴ്സാണ്. ഒന്ന് സഡൻ ആക്സിലറേഷനും അതിൻ്റെ ഒരു സേഫ്റ്റിയും. കാരണം വെച്ചാൽ അങ്ങനെ ഒറ്റയടിക്ക് ബ്ലാസ്റ്റ് ചെയ്തിട്ടല്ല, കൺട്രോൾഡ് ഫോമിലാണ്. പിന്നെ എനിക്ക് രണ്ടാമത് ഇഷ്ടപ്പെട്ടത് ഇത് ഈ 360-degree ക്യാമറയാണ്. കാരണം അത് വേണ്ട സമയത്ത് കറക്റ്റായിട്ട് അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമുക്ക് തരും. അവിടെ ഒറ്റ കൺസേൺ എനിക്ക് തോന്നുള്ളൂ, സൺറൂഫ് എപ്പോഴും ഇതാണ്, ഓപ്പൺഡ് ആണ്, അത് ക്ലോസിങ് ഇല്ല. അതിന് എനിക്ക് ആക്സറീസ് ചെയ്തിട്ട് ഒരു മറ്റേ കർട്ടൻ മേടിക്കണം. അല്ലാണ്ട് ബ്ലൈൻഡ്സ് ഉണ്ട്, ആക്സറീസ് ആയിട്ട് ബ്ലൈൻഡ്സ് ഉണ്ട്. അതല്ലാണ്ട് ബാക്കിയെല്ലാം അത് ഇന്ത്യക്ക് അത്ര പറ്റിയതല്ല, എപ്പോഴും ഇത് ഓപ്പൺ ആയി കിടക്കുന്നത്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ചൂട് അത്ര ഇറങ്ങുന്നില്ല അവിടുന്ന്. പക്ഷെ നമുക്ക് ഇങ്ങനെ അത് മാത്രം ഒന്ന് തോന്നും ഇടയ്ക്ക് കിടക്കുന്ന അടയ്ക്കണം തോന്നി അടയ്ക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നം. അത് മാത്രം. അതെ, അപ്പൊ അതാണ് അതിൻ്റെ ഒരു കുറവായിട്ടാകെ തോന്നി. അതെ, അത്രേ ഉള്ളൂ. ഓക്കെ. എന്തായാലും ഈ പറഞ്ഞ പോലെ വോൾവോയുടെ കാര്യം അതുകൊണ്ട് ഒരു കുറ്റം പറയില്ല, നമുക്ക് നല്ല ഉറപ്പാണ്. നമ്മളിപ്പോഴത്തെ ഏറ്റവും പുതിയ EX30 ഓടിച്ചിട്ട് വന്നുള്ളൂ. അതും കുറച്ച് കോമ്പാക്റ്റ് ആണ്, അതീവ രസകരമായ വാഹനം. പിന്നെ ഈ പറഞ്ഞ പോലെയാണ്, സഡൻ ആക്സിലറേഷൻ അല്ല, കുറച്ച് ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ആക്സിലറേഷൻ ഇവർ എപ്പോഴും. അതുകൊണ്ട് വളരെ സേഫായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. നമുക്ക് അലോയിലൊന്ന് കാണാം. അലോയിൽ ഈ പറഞ്ഞ പോലെ മറ്റാരും ചെയ്യാത്ത രീതിയിലുള്ള, ഇത് ഏത് കമ്പനിയുടെ? നിഷിൻ്റെ ആണ്. പിന്നെ ഇത് യെല്ലോ ആക്കി. ഇതെല്ലാം ഷോറൂമിൽ തന്നെയാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. വണ്ടി ഫുൾ ആക്സസറീസ്, അതായത് കൊച്ചി വോൾവോയിൽ നിങ്ങൾക്ക് ഏത് രീതിയിലും കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ടീം ഫുള്ളി സപ്പോർട്ടീവ് ആണ്. അപ്പം അവർ തന്നെയാണ് എനിക്ക് ഫുള്ളി ഇത് ബ്ലാക്ക് ഔട്ട് ചെയ്ത് തന്നതും. ഇത് വെറുതെ ഇത് ഫുൾ ബ്രേക്ക് ഫുള്ള് ഡിസ്മാൻഡിൽ ചെയ്തിട്ടാണ് അവർ പെയിന്റ് ചെയ്ത് ഇത് ചെയ്യുന്നത്. വോൾവോയുടെ ലോഗോ പോലും ബ്ലാക്ക് ചെയ്ത് കളഞ്ഞു, അതുപോലും ഇല്ല കേട്ടോ. അത് ഐഡന്റിഫൈ ചെയ്യാം. കാരണം കണ്ടറിയാലോ, പഴയ കുടുംബാസൂത്രണത്തിന്റെ സൈനാണ് നമ്മൾ പറഞ്ഞിട്ട്, ആ സൈനാണ്. അപ്പോൾ എന്തായാലും നല്ല ബുദ്ധിപരമായി തരും. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് വോൾവോയുടെ ഇലക്ട്രിക് വണ്ടി ഓടിച്ച് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പം ഈ പറഞ്ഞ E-ക്ലാസ്സോ അല്ലെങ്കിൽ ഏതായാലും വണ്ടി മാറ്റി കഴിയുമ്പോഴത്തേക്കും വോൾവോ XC90 അല്ല XC90 പെട്രോളിലേക്കോ എല്ലാം പോകുമോ? ഇപ്പം ഇറങ്ങാൻ പോകുന്ന E30 ഇറങ്ങുന്നത് EX30. അപ്പം അത് ഇത്തിരി കൂടെ കോമ്പാക്റ്റ് ആകുന്നുണ്ട്. അപ്പം അതും വേണമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മാറ്റുവാണെങ്കിൽ, കാരണം എനിക്ക് താർ റോക്സ് ഉണ്ട് പെട്രോൾ ഓട്ടോമാറ്റിക്. അപ്പം ഇപ്പം അത് ഭയങ്കര എക്സ്പെൻസീവാണ് റൈഡ് ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെ ഓപ്ഷൻസ് ഇപ്പം മാറുന്നതിൽ ഇലക്ട്രിക് കയറിക്കൊണ്ടിരിക്കുന്നത്. മറ്റേത് ഇലക്ട്രിക് വേണോ വേണ്ടത് ആലോചിച്ച് എനിക്ക് ഇപ്പം എൻ്റെ ഓപ്ഷനിൽ ഇലക്ട്രിക് ആണ് കൂടുതലും കയറുന്നത്. കാരണം എനിക്ക് അതിപ്പോൾ പ്രൂവൺ ആയി. കാരണം അങ്ങനെ അത്ര പാനിക് ആവേണ്ട ഒരു കാര്യമില്ല. മാത്രമല്ല ഫുള്ളി അഡാപ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. കുറച്ചൊരു റേഞ്ചുള്ള EV ഉണ്ടെങ്കിൽ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. ഇപ്പോഴത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് നമുക്ക് എവിടെ ചാർജ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം അതിൽ ഹാപ്പി ആൻഡ് സേഫ് മോട്ടറിംഗ് ആശംസിക്കുന്നു. വിഷു എന്ത് ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചില്ല. ഞാൻ റിയൽ എസ്റ്റേറ്റിലാണ്, പിന്നെ മെറ്റൽ ട്രേഡിംഗ്. അതുകൊണ്ട് ഓക്കെ, ശരി. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇനിയിപ്പോൾ ടൊയോട്ട യാരിസിൻ്റെ ഉടമയാണ് പരിചയപ്പെടുന്നത്. യാരിസ് എന്ന് പറയുന്നത് അധികം ഇല്ലാത്തൊരു വാഹനമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പക്ഷേ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട്. ആദ്യകാലത്ത്
ഇതിൻ്റെ കുറച്ചൊരു എന്താ പറയുക ഒരു അഗ്രസീവ് അല്ലാത്ത ലുക്കും പിന്നെ കുറച്ച് വില കൂടുതലായിരുന്നു. ഇത് രണ്ടുമായിരുന്നു തുടക്കത്തിൽ ഇതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. പേര്? മിഥുൻ. ഇത് എന്ത് ചെയ്യുന്നത്? ഞാൻ അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിൽ. ശരി. എന്താണ്, ഏജൻസിയാണോ അതോ പ്രൊഡക്ഷൻ ഹൗസാണ്. വീഡിയോ പ്രൊഡക്ഷനൊക്കെ? എന്താ പേര് അതിൻ്റെ? ടേബിൾ ലാമ്പ് ഫിലിംസ്. ടേബിൾ ലാമ്പ് ഫിലിംസ്. ഓക്കെ. അപ്പോൾ ധാരാളം ഓട്ടം ഉള്ള ആളാണോ അതുകൊണ്ട് ബന്ധപ്പെട്ട്? വർക്കുമായി ബന്ധപ്പെട്ട ഓട്ടം വരാറുണ്ട് ചിലപ്പോൾ. കാരണം നമുക്ക് തൃശ്ശൂർ ക്ലയൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ മീറ്റിങ്ങിന് അവിടെ പോകും. അപ്പോൾ ഇത് പുതിയ അടുത്താണോ അതോ? പുതിയ അടുത്ത്. ഏത് സമയത്ത്? 2020 5 വർഷമായി അല്ലേ? 5 വർഷം മുമ്പ് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് യാരിസിലേക്ക് പോയത്? അത് വീട്ടിലെ എറ്റിയോസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് അറൗണ്ട് ഒരു 12 years വിത്തൗട്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലാതെ. അപ്പോൾ ആ ഒരു ബ്രാൻഡിനോടുള്ള അന്ന് പിന്നെ എറ്റിയോസ് നിർത്തിയപ്പോഴാണ് യാരിസ് വന്നത്. അങ്ങനെ എടുത്തതാണ്. എന്നിട്ട് എന്താണ് യാരിസ് ഇപ്പം ഒരാൾ സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അയാളോട് എന്താണ് ഉപദേശിക്കുന്നത്? എടുത്തോ അല്ലെങ്കിൽ എടുക്കേണ്ടതാണ്? എടുത്തോന്ന് തന്നെ പറയുള്ളൂ. കാരണം എനിക്കിപ്പോൾ 5 വർഷമായിട്ട് ആ സർവീസിനല്ലാതെ ഒരു കംപ്ലൈൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. പിന്നെ എന്തായിരിക്കും ഇത് ഒരു വിജയമാകാതെ പോയതിൻ്റെ ഒരു കാരണം? എന്താ തോന്നുന്നത്? എനിക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു ലുക്കിലൊരു അഗ്രസീവ്നെസ് ഇല്ല എന്നുള്ളത് അല്ലേ? ഒരു എന്താ പറയുക, ഈ ഒരു വിലക്ക് കിട്ടുന്ന വണ്ടികളുടെ രൂപം എന്ന് പറയുന്നത് ഒരു മറ്റേ ഇതിനു മുമ്പുള്ള ടൊയോട്ടയുടെ വണ്ടികളുടെ മുൻഭാഗമൊക്കെ പോലെ തന്നെ തോന്നിയോണ്ടൊക്കെ ആയിരിക്കും. എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ? എന്താ? എനിക്ക് കംഫർട്ട് തന്നെയാണ്. സീറ്റിംഗ് കംഫർട്ടാണ്. കാരണം നമുക്കിപ്പോൾ വർക്കുമായി ലോങ് ഡ്രൈവ് ഒക്കെ വരുമ്പോൾ ഈസി ആയിട്ട് പോകാൻ പറ്റും. പെട്രോൾ ഓട്ടോമാറ്റിക് ആണോ? പെട്രോൾ ഓട്ടോമാറ്റിക്. എന്തുണ്ടാവും മൈലേജ്? മൈലേജ് അറൗണ്ട് 14 കിട്ടുന്നുണ്ട്. സിറ്റിയിലും അതോ മിക്സോ? എനിക്ക് ആവറേജ് ഞാൻ അതിനെപ്പറ്റി എനിക്ക് കൃത്യമായി അറിയില്ല. എന്നാലും ആവറേജ് ഒരു 14 ആണ് ഞാൻ നോക്കിയിട്ടുള്ളത്. എന്താണ് ഒരു കുറവായിട്ട് പറയാവുന്നത്? അല്ലെങ്കിൽ എന്തെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നി എന്തെങ്കിലും ഉണ്ടോ? കുറവായിട്ട് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. അല്ല, കുറവായിട്ട് ചിന്തിച്ചിട്ടില്ലെങ്കിൽ അതിനർത്ഥം കുറവ് തോന്നിയിട്ടില്ലെന്ന് തന്നെയാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റും ഇതാണ് കുറവെന്നുള്ളത്. അവൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇൻഫർടൈൻമെന്റ് സിസ്റ്റം അല്ല, ഞാൻ ഒരു വണ്ടി എടുക്കുന്ന എൻ്റെ ഒരു പർപ്പസ് നടക്കാന്നുള്ള, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് വെച്ച് ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. മെയിൻ്റനൻസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? സാധാരണ ടൊയോട്ടയുടെ അതുപോലൊക്കെ തന്നെയുള്ളൂ? അത് തന്നെയുള്ളൂ. അറൗണ്ട് 7,000 സംതിങ് വരാറുള്ളൂ. ആ ഒരു എക്സ്പെൻസ് എനിക്ക് വരാറുള്ളൂ ഇയർലി. വേറെ ഇന്നേ വരെ 5 years ആയിട്ട് വേറെ കംപ്ലൈന്റ് ഇല്ല. എത്ര വിലയായി അന്ന് എടുക്കുമ്പോൾ? ഓൺ എടുക്കുമ്പോൾ ഒരു 12 lakh. 12 lakhനൊന്നും ഒട്ടും മോശമല്ല രൂപയാണ് അല്ലേ? അതെ അതെ. അപ്പോൾ ഇതിനിപ്പോൾ കുറേ കാലം ഉപയോഗിക്കാൻ തന്നെയാണോ തീരുമാനം? ഒരു 2 years എന്തായാലും ഉപയോഗിക്കണം. ഇപ്പോൾ ഏറ്റവും പുതിയ ഇലക്ട്രിക് കാറുകളൊക്കെ വന്നല്ലോ. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഓട്ടത്തിനൊക്കെ ഏറ്റവും പറ്റുന്ന കാര്യങ്ങളാണല്ലോ. അത് ഓടിച്ച് നോക്കിയിട്ടുണ്ടോ? ഇതുവരെ ഓടിച്ച് നോക്കിയിട്ടില്ല. എന്തായിരിക്കും അത് ഇലക്ട്രിക് വാഹനങ്ങളെ പറ്റിയുള്ള അഭിപ്രായം? അത് നെക്സ്റ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് തന്നെ. അതാ ഞാൻ 2 years കൂടി ഇത് ഓടിച്ചിട്ട് ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇലക്ട്രിക് എടുത്തേനെ. ഇത് നമ്മൾ ഇഷ്ടംപോലെ ദീർഘദൂരമൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. എത്ര ദൂരമൊക്കെ പോയിട്ടുണ്ടോ? വയനാട് അങ്ങനെ. അപ്പോൾ അതിൽ ബാക്ക് സീറ്റിലൊക്കെ ഇരുന്ന് പോയവരോ അതിൻ്റെ കംഫർട്ടിനെ പറ്റി എന്താ പറയുന്നത്? അവരാണ് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് പറയുന്നത്. ബൂട്ട് സ്പേസും അത്യാവശ്യം ബൂട്ട് സ്പേസും ഉണ്ട്. പിന്നെ കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ ഒരു എന്താ സേഫ് സൈഡ് വളരെ പക്കയാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു അന്ന് തന്നെ 6 എയർ ബാഗോ ഉണ്ടെന്നായിരുന്നു എൻ്റെ ഒരു ഓർമ്മ അല്ലേ? അങ്ങനെ എന്തോ ഞാൻ എൻ്റെ ഒരു ഓർമ്മ അങ്ങനെയാണ്. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും വളരെ സേഫായിട്ടൊരു വാഹനമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് കയ്യിലുണ്ട്. അവനത് വിൽക്കാതെ വെച്ചിരിക്കുകയാണ്. അവനൊക്കെ ഈ പറഞ്ഞ പോലെ ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു ഇതെന്താ ഇത് വിൽക്കാത്തതെന്ന്. പക്ഷേ അവൻ പറഞ്ഞു ഇതേ അഭിപ്രായം തന്നെയാണ്. വളരെ ഗംഭീരമായ വാഹനമാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത്. തന്നെയല്ല ടൊയോട്ടയുടെ വാഹനം ആയതുകൊണ്ട് ഇപ്പോൾ മെയിൻ്റനൻസ് കോസ്റ്റ് ഇല്ല. റീസെയിൽ വാല്യൂ എങ്ങനെ ഉണ്ടാവും? എന്നെ നോക്കിയിട്ടുണ്ടോ? ഞാൻ നോക്കിയിട്ടില്ല. ഉടനെ ഒന്നും വിൽക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് ഒരു 2 years കൂടി ഓടിക്കാം എന്നുള്ളതുകൊണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്കൊരു സെക്കൻഡ് ഹാൻഡ് ഈ ഒരു സെഡാൻ നോക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നൊരു വാഹനം തന്നെയാണ്. ആദ്യകാലത്ത് ഇപ്പം ഈ ഒരു 12 ലക്ഷം രൂപ അതിനും വില കൂടിയായിരുന്നു ആദ്യകാലത്ത് വിറ്റിരുന്നത്. അതിന് ശേഷമാണ് ഇവരൊന്ന് വില കുറച്ചത്, അങ്ങനെ സെയിൽ കുറഞ്ഞപ്പോൾ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും പറ്റിയൊരു സമയമാണ് യാരിസ് വാങ്ങിക്കാൻ. യാതൊരു ആശങ്കയും വേണ്ട. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ പോലെ ഈ അധികം ചോദിക്കാൻ ഇല്ലാത്ത ആളാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇഷ്ടപ്പെട്ട വണ്ടിയാണ്, പിന്നെ നമ്മുടെ പർപ്പസ് നടക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഉത്തരമായിട്ട് പറഞ്ഞത് അല്ലേ? അതിന് പറ്റുന്ന വണ്ടി തന്നെയാണ്. ടൊയോട്ട ഒരിക്കലും ചതിക്കുകയില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ശരി.
അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. പ്രവാസികളായവർക്ക് നാട്ടിൽ ചിലവ് കുറഞ്ഞ മികച്ച ചികിത്സയ്ക്കും അവരുടെ പ്രായമായ മാതാപിതാക്കളുടെ ചികിത്സയ്ക്കും ഒക്കെ ആയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് നാട്ടിലെടുത്ത് വയ്ക്കുന്ന ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചല്ലോ, അത് മറക്കാതിരിക്കുക. 25% വരെയൊക്കെ ഡിസ്കൗണ്ടോടുകൂടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ പിൻഡ് കമൻറ്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് വിവിധ പ്ലാനുകൾ കമ്പയർ ചെയ്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ സാധിക്കും. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫയർ കൊണ്ട് കാണാം. വീഡിയോ എല്ലാവർക്കും നന്ദി. ബൈ.